ഓരോരുത്തരെ കയ്യിൽ നിന്ന് 1000, 2000, 3000 ഒക്കെ വാങ്ങിയത് എങ്ങനെ ഇനി തിരിച്ചു കൊടുക്കുന്ന ഞാൻ ആലോചിക്കും. അത് തന്നെ ഞാനും ആലോചിക്കും. മദനാ, നോക്ക് നോക്ക്, പാത്തുമ്മയുടെ കഥം തീർന്നടാ. ആനമുറ്റത്ത് തുപ്പാക്കി ചെന്നു ആൾക്കറയിൽ കിടന്ന് ഉറങ്ങിയ പാത്തുമ്മയുടെ കട എങ്ങനെ തീരും? അങ്ങനെയാണെങ്കിൽ ഇത്തിരി മുമ്പ് ഞാൻ കിടന്ന് ഉറങ്ങുമ്പോ നമ്മളെ ഇത്തിരി കടവെങ്കിലും തീരണ്ടേ? ഓ എന്നാ എവിടെയാണ് സാധനം കണ്ടുവച്ചിരുന്നത് പറഞ്ഞിരുന്നേ? ഞാൻ ഒന്ന് കൊണ്ടുപോരില്ലായിരുന്നു. ഇത് തന്നേരം. വേറാക്കുള്ളതാ. അത് വേണ്ട, എനിക്കിത് മതി. ലോനപ്പനുള്ളത് ഇതല്ല, ലോനപ്പനുള്ള അടുത്ത ലോഡിൽ വരുന്നത്. അത് വരുമ്പോ തരാം. അത് ശരിയാവൂല. അയാൾക്കുള്ളത്. എനിക്കിത് മതി. ഇത് അയാൾക്കുള്ളതാണ്. എനിക്കിത് മതി. അയാൾക്കുള്ളതെന്ന് പറഞ്ഞില്ലേ? എന്താടാ ഇവിടെ? കുട്ടിയേട്ടാ, ഇത് എനിക്ക് തരാനുള്ള കാളക്കുട്ടിയാ. നിനക്ക് തരാൻ പാടില്ലേ? അനുമതി കരണല്ല. നേരത്തെ തന്നെ കൊടുക്കാൻ പോയതാ, അപ്പൊ വേണ്ടാന്ന് പറഞ്ഞു. നിന്റെ തള്ളേനെ വേണമെങ്കിൽ ഒരാഴ്ച മുമ്പെങ്കിലും പറയാം, മനസ്സിലായ? ഗോവിന്ദൻകുട്ടി ചേട്ടന് അച്ഛൻ്റെ അടുത്ത് സുഖം തന്നെ അല്ലേ? പോകുന്ന ചേട്ടൻ പോയിട്ട് ഒത്തിരി ബിസി ഉണ്ട്. വണ്ടി കയറാ. നിന്നോടല്ല, അവനോടാ. കേറുണ്ടില്ലേ? ആനമുറ്റക്കാരൻ നടക്കിരുത്തം കൊണ്ടുവന്ന മൊഴിയെ തൊട്ടയച്ചുതാക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നത്? ആനമുറ്റത്തുകാരെ നെറ്റിലേക്ക് ഒട്ടിക്കെട്ടുണ്ടോ? ഇതേ ലോനപ്പന്റെ ചൂലെ ആനമുറ്റത്തുകാരെ പറമ്പിൽ വീണ തേങ്ങയ്ക്ക് വാങ്ങിക്കുന്ന ഒട്ടിപ്പില്ലടാ. പക്ഷേ ഒരിക്കലും തൊടാൻ ധൈര്യം കാണിച്ചിട്ടില്ല. തൊട്ട അപ്പ അവന്റെ കൈ വെട്ടു. മൂല്യ താഴാർക്കട. എടാ മൂല്യ താഴാർക്കാൻ പറഞ്ഞ കേൾക്കാതിരിക്കാൻ മാത്രം നിന്റെ തന്താരാടാ. ആനവച്ചത്തിനാലും നെഞ്ഞത്ത് ചവിട്ടി ഒഴിച്ച് നടന്നു പോണത് കണ്ടില്ലേ? ഇവരോട് ചോദിച്ച ഈ സർവാറ്റിലെ ആൺകുട്ടികൾ ആരുമില്ലേ? എടാ രാമകൃഷ്ണ. അയ്യോ, എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അയ്യോ, നീ അറിഞ്ഞില്ലേ? നിന്നോട് ചോദിച്ചിട്ടാണോ അവിടെ പാല് വാങ്ങിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നത്? ചോദിക്കാനും പറയാനും ആളില്ലാത്തത് കൊണ്ടാണ്. നിന്റെ കടക്കകത്ത് കയറി ഒന്ന് തോന്നിയാസം പറയുന്നു. ധർമ്മടപടിയില് മേലാതിനകത്ത് കയറി പോവരുത്. ആരോടാ കളിക്കുന്നതെന്ന് അറിയാവോ? ഗോവിന്ദൻകുട്ടിന്ന് കേട്ടിട്ടുണ്ടോ? എടാ, ഗോവിന്ദൻകുട്ടിയുടെ കൂടെ നടന്നോന്ന് വെച്ച് നീ ഗോവിന്ദൻകുട്ടി ആവില്ലല്ലോ. മക്കളല്ലേ? അതെ, ഞാനും ഗോവിന്ദൻകുട്ടിയും കൂടി ഒരു ദിവസം ഇവിടെ വന്ന് ഒരു കലക്കലുണ്ട്. എവിടെ പോയി കിടക്കുക? കിടന്ന് തൊഴ തുറക്കാതെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ആ ദാസക്കരുത് കഴിയാക്കി ഈ അമ്മയുടെ ഒരു കാര്യം. ചേച്ചി വല്ലതും തിന്നാനെടുക്കും. നല്ല വിശപ്പ്. തിന്നാനൊന്നുമില്ല, തീർന്നു. അയ്യോ, ഈ ഷർട്ടിലൊക്കെ ഇങ്ങനെ ചെലപ്പറ്റിയ അതല്ല കാളപ്പോരി എന്ന് വെച്ചാ ജയന്റെ ശരപഞ്ചര സിനിമ ജയഭാരതി കണ്ടിട്ടുണ്ടോ? ഞാൻ 3 പ്രാവശ്യം കണ്ടതാ. അതില് നമ്മുടെ ജയണ്ണൻ കുതിരയ്ക്ക് എണ്ണ തയ്ക്കൂലേ? അതേപോലെ വിൽക്കാൻ കൊണ്ടുപോയി കാലയ്ക്ക് ഞാനൊന്ന് എണ്ണ തേച്ചു കൊടുത്തു. പിന്നെ ചെറിയൊരു പറ്റ് അതിന് പറ്റിയതാ. ഉടമസ്ഥ വന്ന് ചവിട്ടി ചെളിയിലിട്ട് കാണും. ഉടമസ്ഥനേക്കാൾ ബുദ്ധിയാണ് കാളയ്ക്ക്. അതുകൊണ്ട് വന്ന വഴിയെ തിരിച്ചു. അയ്യ, തലയിലെത്തില്ലെന്ന് തന്തയിൽ കിടന്ന് വെറും മട്ടനാവാൻ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. നീ വെറുതെ മട്ടന്റെ കാര്യമൊന്നും പറയല്ലേ. എനിക്ക് വയറ് വെച്ചിട്ട് വയ്യ. എന്നാ നീ വാ, നമുക്ക് ചെട്ടിയാരെ പറമ്പിന്ന് 5-6 കരി കറുത്തിട്ട് കുടിച്ചോണ്ട് കിടന്നു. അതെ, 2 മാസം വെട്ടി കഴിയുന്ന കാശ് കിട്ടാൻ 3 മാസം വാടക കുട്ടിക വേറെ എല്ലാം കൂടെ നാളെ തന്നെ. പിന്നെ പാപ്പ് വന്നിട്ട് പറയാനും എന്റെ പൈസ മര്യാദയ്ക്ക് തന്നില്ലെങ്കിൽ 2നും നാളെ ക്ലാസ് ഉണ്ടാവും. ശ്വാസം എന്റെ എടുത്തോണ്ട് പോകും, ബാക്കി കൂടെ വെച്ചേക്കുമല്ലോ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ജയഭാരതി സ്വീറ്റ് എന്ന് വെച്ചാൽ അത് അവസ്ഥ. ഒരു കാശിന് കൊള്ളില്ല, 9 കാശ് കൊടുത്തു.
നീ എന്ത് ചെയ്യ്? പാത്തുമ്മക്ക് 8 മാസം പ്രായം. എന്ത്? 8 മാസം? പാത്തുമ്മക്കല്ല, 8 മാസം പ്രായമുള്ള ക്രാവിനെ വേണോന്ന്. അത് ശരി ഭായി. ലോനപ്പന് 16-ാം തീയതി കല്യാണം. മട്ടം പരുവത്തിലുള്ളൊരു പച്ചിക്കിടാവ്. ശങ്കരൻകുട്ടി ഓർഡർ അനുസരിച്ച് കൊണ്ടുവന്ന ഉള്ള ചന്ത മുഴുവൻ കാര്യം. ഒരു കാര്യം ചെയ്യ്. മകനാ, പാത്തുമ്മക്കുള്ളത് നീ നോക്ക്, ലോനപ്പനുള്ളത് ഞാൻ നോക്കാം. അതോ? ഇതാർക്കുള്ളതേ? ഇത് വിൽക്കണില്ല. അതാണ് ഇത് വേണോ അണ്ണാ? എന്നാ പിന്നെ ഇത് നോക്കി. അത് ഞാൻ കണ്ടതാ. ഇവനെന്താ ഒറ്റ തിരിഞ്ഞു പട്ടാമത്തിന് കൊണ്ടുവച്ച പോലെ കൊമ്പൈ, നല്ല കൊമ്പൈ. എന്റെ പൊന്നു മോനിനി ഇടവും വലവും നോക്കാതെ നേരെ വെച്ച് പിടിച്ചോ. അവരാച്ചന്റെ വീട്ടിലെത്തിയിട്ടേ നിക്കാവും. അവരാച്ചന്റെ വിടും. അപ്പൊ ലോനപ്പനോട് എന്ത് പറയും? ആ തലതെറിച്ച പാത്തുമ്മത്തള്ളയ്ക്കുന്ന പശുവിനെ കൊടുത്തില്ലെങ്കിൽ അവർ നമ്മളെ തലവെട്ടും. കഴിഞ്ഞ കൊയ്ത്തിന് അവരാച്ചൻ കാശി എന്നതാ. വിശാലായിട്ട് ഒരാഴ്ച സൂചിച്ച് നടന്നില്ലേ? സീനോട്ട് അനുസരിച്ച് കൊടുത്താൽ മതി. നടക്കടാ. ഇനി ഇങ്ങനെ ഈ ഒന്നും പാതി ഒന്നും പൊക്കാൻ പോണ്ട. പൊക്കളെങ്കിൽ ഒരു 5-6 ഒന്നിച്ചങ്ങ് പൊക്കി. അതെന്താ ചന്ത തുടങ്ങാനാ? ചന്ത തുടങ്ങാനല്ല, പിന്നെ കാശ് വാങ്ങിയവന്മാരെ ഇല്ലേ നമ്മളെ കിടത്തി പൊറപ്പിക്കില്ല. അവന്മാർക്ക് കാശ് എന്നിട്ട് അടുത്ത ദിവസം കാളെത്താ പശുനെത്താ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതിന്റെ കട്ടപ്പാടും ബുദ്ധിമുട്ട് അവർക്ക് അറിയില്ലല്ലോ. അതെ അതെ, അതുകൊണ്ട് റേറ്റ് അല്പം കൂട്ടണം. പിന്നെ മുക്കാലും നിനക്കും കാലെനിക്കും എന്നുള്ള ഏർപ്പാട് ഇനി ശരിയാവില്ല. നമ്മൾ ഒരുമിച്ച് തുല്യമായി കഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഇനി മുതൽ കിട്ടുന്നതിൽ പപ്പ ആവി 50-50. പകുതി. അത് ശരി. ഒരു കാര്യം ചെയ്യും, നീ ഒരു ബ്രാഞ്ച് തുടങ്ങി. 8 ആഫീസിൽ ഞാൻ ഇരുന്നോളാം. നിന്റെ സ്ഥിരം പരിപാടിയാണ് പാലം കിടക്കുമ്പോൾ കൂരായണം എന്നുള്ളത്. കൂരായനെ മാത്രം പറയരുത്. ഇതിന് ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവിടെ തമിഴ് കൂപ്പറാ. എന്താ പറഞ്ഞത്? തമിഴ് കൂവാനോ? കൂവാനല്ല കൂപ്പടാ. കൊണ്ട് കെട്ടിക്കാൻ മോനെ ഒന്ന് നിന്നെ നിന്ന് ഇഷ്ടത്തിന് നമ്മൾ എതിരെ നിൽക്കില്ല. ഊരിക്ക് പദവിളകണം. കൊണ്ടുപോയടാ.